ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം ഉയർത്തുന്ന മാലിന്യ പ്രശ്നത്തിൽ ഹരിത ട്രൈബ്യൂണൽ സ്വമേധയാ കേസെടുത്തു. കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്കും കോഴിക്കോട് ജില്ലാ കലക്ടർക്കും നോട്ടീസ് അയച്ചു. ചെന്നൈ ഹരിത ട്രൈബ്യൂണൽ ജനുവരി 29 കേസ് പരിഗണിക്കും. മുഹമ്മദ് അസ്ലം ചേർന്നു. അസ്ലം വിവരങ്ങൾ. കോഴിക്കോട് കട്ടിപ്പാറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് ഉണ്ടാക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ സമീപത്തുള്ള പുഴയിലേക്ക് അതിൻ്റെ മാലിന്യം മറ്റൊക്കെ ഒഴുക്കുന്ന മൂലം ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങളൊക്കെ സംബന്ധിച്ച് ദി ഹിന്ദു പത്രത്തിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്വമേധയാണ് നേരത്തെ പലരും ഹൈക്കോടതി ഹരിത ട്രൈബ്യൂണലിനെ സമീപിക്കാനൊക്കെ ആലോചിച്ചിരുന്നെങ്കിലും അത് മുന്നോട്ട് പോയില്ല. അതേസമയം സ്വമേധയാ ഡൽഹി ഹരിത ട്രൈബ്യൂണലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേസെടുത്തത് സ്വമേധയാ കേസെടുക്കാനുള്ള അതിൻ്റെ വകുപ്പുകളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ട നിലയിൽ അതിൻ്റെ നോട്ടീസുകൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്, കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രാലയത്തിന്, അതോടൊപ്പം തന്നെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഗുരുതരമായ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളാണ് ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ഈ മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും വീണ്ടും അതിന് അനുമതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ ഈ കേസ് പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹരിത ട്രൈബ്യൂണൽ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ചെന്നൈ ഹരിത ട്രൈബ്യൂണലിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ജനുവരി 29 ഹിയറിംഗ് കേൾക്കും. അതിനു മുമ്പ് ഇവർക്കൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമുണ്ട്. ശരി അസ്ലം.